കാറവിടെ സ്പീക്കർ ബ്രോ അവർക്ക് വിസിബിൾ അല്ല. അപ്പൊ പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ സമയം 9:40. അതാ പറഞ്ഞേ. എന്താണ് അവര് വരാത്തത്? അത് ഞാൻ അവരോട് സംസാരിച്ചെടുക്കാം. ബ്രോ പറയുന്നത് കേക്ക്. നിങ്ങളുടെ ലൊക്കേഷൻ ബ്രോ നമുക്ക് കൺസേൺ ഇല്ലേ? അല്ല പിന്നെ നമുക്ക് കൺസേൺ ഇല്ലേ? 9:40 പറഞ്ഞ സാധനം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ്. അപ്പൊ അവരെ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി നമ്മളെ മാറ്റുകയാണോ? ഓക്കെ, ഇത് അവരെ ഇറക്കുന്ന കാര്യത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ നമ്മുടെ അടുത്ത് മാറണം എന്ന് പറയുന്നത് മാത്രം എന്താണ്? അവര് 9 ഈ 2 ഗാങ് കൂടെ കമ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞ സാധനമാണ് ഇനീഷ്യൽ പോലെ നമുക്ക് സാൻഡി സൈഡിൽ നിന്ന് അടിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ ഗാങ് ഹൗസിൽ ഇറങ്ങാതെ ഇപ്പൊ മൂഡ്സിങ്സ് വന്ന പോലെ മറ്റേ ഏതാണ് നമുക്ക് ബ്രീവാർ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? അതാ പറഞ്ഞത്. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർക്ക് അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഇപ്പൊ പറയാം. ഇവർക്ക് അത് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഇവർക്ക് ഇനി ആളെ കയറ്റാൻ കൊടുക്കുന്ന സമയം പോലെ ഇല്ലേ ബ്രോ? അത് ബ്രോ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ ആൾക്കാരെ കയറ്റിക്കോ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ല? നമുക്ക് 2 സൈഡും നിങ്ങൾ സംസാരിക്കാൻ നല്ല ഞാൻ പറയട്ടെ, 2 പേർക്ക് ടൈം എടുത്തിട്ട് സാൻഡോട്ട് റിപ്പോർട്ട് ആവാൻ പറ. പ്രശ്നം കഴിഞ്ഞില്ലേ? അതാ പറഞ്ഞ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്നും നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കൺഫ്യൂഷന്റെ രീതി തന്നെയാണ് നമ്മൾ ആ സിറ്റുവേഷൻ നടന്നിട്ട് അത്ര നേരം സംസാരിച്ചിട്ട് 2 ഗാങ് കൂടെ തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ തൊട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞത് ആണല്ലോ. 2 ഗാങ് ഓക്കെ ആയിട്ട് പറഞ്ഞ കാര്യമില്ല ഇനീഷ്യൽ മുതൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അപ്പൊ പറഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവരിപ്പോ അത് ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങൾക്ക് അത് ഞാൻ കൺഫ്യൂഷൻ മാറ്റി കൊടുക്കാം. അവരാ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരെല്ലാരും ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഹോൾഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മമാര് പെട്ടെന്ന് സിറ്റിയിൽ കയറി വന്ന് കുറെ അമ്മമാര് അവിടെ സ്പോണായി അടിക്കുകയാണ് ചെയ്തത്. അല്ല അഡ്മിനെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇനി അവര് കൺഫ്യൂഷൻ കൊണ്ടുവന്നാലും ഈ സിറ്റിയുടെ ഒക്കെ റൂള് പ്രകാരം നമ്മൾ 2 ഗാങ് പറഞ്ഞുറപ്പിച്ച കാര്യമില്ലേ? അതുകൊണ്ട് ഇനി കൺഫ്യൂഷൻ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാൻഡ് നിന്നാൽ പോലെ നിങ്ങൾ എന്തിനാണ് സ്റ്റാൻഡ് മാറ്റി കളിക്കുന്നത്? നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത് തീരാവുന്ന പ്രശ്നമില്ല. 2 ഗാങ് കൂടെ കൺഫേം ചെയ്ത സാധനമല്ലേ? നമ്മള് സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരെ ഒരു കാര്യത്തിന് ഒരു ഡൗട്ട്, അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി അവർ വിളിച്ച് സംസാരിക്കുന്നത്. ആ ടൈം നമുക്ക് ഹോൾഡ് ഇട്ട് അവരോട് സംസാരിച്ചാൽ പറ്റുള്ളൂ. അതിപ്പോ നിങ്ങളിപ്പോ നമ്മളടുത്ത് ഹോൾഡ് ഇട്ട് ഒരു കാര്യം സംസാരിച്ചാലും നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് 2 പേരെടുത്തൊന്ന് ക്ലിയർ ചെയ്യാൻ അല്ല പെട്ടെന്ന് പോയിട്ട് ഇല്ല ടൈമില്ല. അരമണിക്കൂർ ആൾറെഡി കഴിഞ്ഞു. 1 മണിക്കൂർ ഞാൻ എന്റെ ഒരു കാര്യം ചെയ്യാം. പലാറ്റ സ്കൂളിൽ കൊണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കാം. നീയൊക്കെ മറ്റേ ആളെല്ലാം ചത്തതിന് ശേഷം സിറ്റി കയറിട്ട് ചൂപ്പ് ചെയ്തതിന് ഇനി അതാണ് നമ്മളെ വണ്ടി. സ്കൂളാണോ ഇനി ലെഗസിക്ക് 6 വർഷത്തെ ലെഗസി തീർക്കാൻ? അതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ വന്നിട്ട് ലൂക്കാസ് റോ തിരിഞ്ഞു നോക്കിയാണ്. എടാ വാടാ നമുക്ക് സ്റ്റാൻഡിൽ പോടാ. ഇനിയിപ്പോ ഇവിടെ എന്നിട്ട് എന്നാണ് ഇവിടുന്ന് മാറാനില്ല. ഇപ്പൊ അഡ്മിൻ പറഞ്ഞു അപ്പൊ നമുക്ക് മാറെങ്കിൽ ഈ പോലെ കാണിക്കുന്നത് നമ്മളും കാണിച്ചിട്ട് അതല്ല അതിന്റെ തൊട്ടുകൊണ്ടെന്ന് മെസ്സേജ് കണ്ടാ. ഇതാണ് ഈ അപരാധി മക്കളുണ്ടല്ലോ തള്ളേനെ പണിയ. യവന്മാർക്ക് വലിയ അസുഖം എന്തിനാണ് ആ പോലെയാണ്. അസുഖമല്ലടാ, ഇവർക്ക് മെന്റലി പ്രശ്നമുള്ളവന്മാര്. എന്താ ഇതില് എന്താ തീർക്കുന്നത്? ഞങ്ങള് ഫ്രസ്ട്രേറ്റഡ് ആവണോ, സങ്കടമാവണോ, കരയണോ, നെഞ്ചടിച്ച് കരയണോ? പോടാതായോടെ ഇറങ്ങി ഈ ഒക്കെ ചൂക്കുമ്പോ നമ്മളങ്ങ് വിഷമിച്ച് കരയാ ഇവിടെ. ഇതെന്ത് സാധനം ഉണ്ടോ കിട്ടുന്ന ഈ കുണ്ണള വിചാരം യവന്മാരെയൊക്കെ എതിർത്തോട്ട് വരുമ്പോ നമ്മളങ്ങ് എടുത്തോട്ട് കരയണം എന്നാ. മാലിക്കിട്ടാണ് ഡെമ്മി മുഹമ്മദ് കളത്തില്
ഇനീഷ്യല് പോയിട്ട് കരിഞ്ഞു ഇച്ചാനെ, ഞാൻ ശിഖണ്ഡിന്ന് ടൈപ്പ് ചെയ്തപ്പോ എനിക്ക് ബാങ്ക് ചെയ്ത് കിട്ടി. ഇനീഷ്യലിന് പോകുന്നുണ്ട് കൊമ്പൻ ഒരു ഘട്ടം ചത്തിട്ട് പൊങ്ങാൻ വേണ്ടി 3/4 മണിക്കൂർ ഇച്ചാ, എന്നിട്ട് അവൻ പറഞ്ഞേട്ടാ ഈ കവട്ടയുള്ള കയറി ഗ്യാങ് ഹൗസിൽ കയറി അടിച്ചാലേ എന്നിട്ട് 2 ദിവസം അത്രയ്ക്ക് മേടിച്ചാലും കുഴപ്പമില്ല. 2 വിളിച്ചിട്ടൂടെ ഇറങ്ങാം. അതല്ലടാ തമാശ. ഇവന്മാരെ കൊമ്പന് പറയണേ ഇനീഷ്യല് 3 ഘട്ടം ചത്തയില്ലേന്ന്. ഇവിടെ ഒരു തവണ ചത്ത കഴിഞ്ഞാലേ പൊങ്ങ എത്ര സമയം എടുക്കുന്നവര് 3 മണി അവന്റെ അച്ഛന്റെ കണക്ക്. അവൻ 3 തന്ത നമുക്കൊരു തന്ത. അവന് തന്തട കണക്ക് പറഞ്ഞാണ്. നിങ്ങൾ എന്തിനാ അതൊക്കെ കൺസേൺ ആവുന്ന ചേടാ? എടാ കൊമ്പ മണ്ട ഇനീഷ്യൽ പോയിട്ട് നിങ്ങളാരാ? ഇവനൊക്കെ ഈ മുതുക്കിനൊക്കെ പണിക്കാവർക്കല്ല കൂടെ പോയി പറഞ്ഞോണ്ടിരിക്കണം. എടാ ഇത് രസമാണ് ഈ കരച്ചില് കേൾക്കാൻ. ഇത് രസമാടാ. എന്തിനൊക്കെ പറയാണെന്നോ. മറ്റേ കഴിഞ്ഞൊരു പെണ്ണില്ലായിരുന്ന അതാരെന്നറിയോ? മറ്റേ KVA ഷെയ്ഖ് മുഹമ്മദ്. അച്ഛൻ അറബിയാ? അതെനിക്കറിയത്തില്ല. അവനാണ് ആ പരവേശി. എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂ വേണ്ടല്ലേ? ഇത് കൊള്ളാലോ. ഇത് അവന്മാര് മറ്റേ പച്ചാപരാധം പറയല്ലേ ചാറ്റ് ഇടുന്നു. ഇത് പറയാൻ പറ്റുമോ? വിടുന്നൊക്കെയാണ് താഴെ. ഞാൻ നല്ലൊരു കിടില ഐഡിയ പറയട്ടാ. ഇവന്മാരെ നമുക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഗാംഗോസ് കിട്ടല്ല. ഡെപ്ലി മൈൻഡാണ് ഞാൻ ഈ കാര്യത്തിൽ. ഞാൻ ഡെപ്ലി മൈൻഡാണ്. വാ 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 വാ. എന്നിട്ട് അവന്റെ ഒക്കെ തള്ളക്കി വിളിച്ചിട്ട് നമുക്ക് പോവാം. വാ വാ വാ. അവന്റെ ഡെമ്മി കൊണ്ട് അവിടെ സ്ട്രീം ചെയ്ത് കാണിക്കായിരിക്കും. ഇപ്പൊ നോയിക്കോണേ. സിറ്റിന്ന് ഇറങ്ങും എല്ലാ പരിപാടികളും. അണ്ടിക്കളിയാണ് അവന്മാര് പറയുന്നത്. ഇത് ആരാണ് ഇപ്പഴും ക്യാരി കടിച്ചു കിടക്കുന്നത്? ഇതിൽ തീർപ്പായില്ല ഇത്ര നേരമായിട്ട്. അല്ല കേൾക്കണ ഇതല്ല. അവന്മാര് പ്രിപ്പയർ ആയിട്ടാ പക്ക മെറ്റോളികളല്ലേ അവന്മാര്. ആലോചിച്ച ഇത്രയും തന്തയില്ലാത്തരം കാണിക്കുമെങ്കിൽ അവർക്ക് അതിന് കാണിക്കാനൊക്കെ എന്താ അവന്മാര് ലെഗസി കീപ്പ് ചെയ്യില്ലേ? കവറൊക്കെ എടുത്താ ലെഗസി കീപ്പ് ചെയ്യില്ലേ? അതൊന്നും ഇനി വെച്ച ബാങ്ക് മാനേജറിനൊക്കെ വിളിച്ചിറക്കണം അതിന്റെ അകത്തുനിന്ന്. ഓരോ കുടുക്കിന്റെ അകത്ത് കയറി ഇരിക്കും ഇപ്പൊ. നമ്മള് വരുന്നല്ല. അവന്മാര് മണ്ടയിലാണല്ലേ? ഞാൻ കാര്യം വിട്ടെ. ഇതൊരു റിഡ്ജാണ്. ഈ റിഡ്ജ് കീപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാലേ തിരിച്ച് പക്ഷെ വണ്ടി കയറാൻ അതാ ഈ വാർഗലെടുത്ത് അടിക്കാൻ പറ്റണ. വാർഗലെടുത്ത് അടിക്കാൻ പറ്റണ. അല്ലല്ല ഞാൻ പറയട്ടെ ഇവിടെ വന്ന് ഇതിനെ പക്കയായിട്ട് എല്ലാത്തിനും കാണാം. ഇങ്ങ് വന്നേ. ഇതൊരു വൺ വേണം. എല്ലാവർക്കും ഒപ്പം അടിക്കാം. ഈ പിങ് എന്റെ പിങ് വേറെ പിങ് ഇട്ട് കളിക്കാതാ. എന്റെ പിങ് നോക്കടാ. എവിടെ ചോദിക്കാതെ ഇവിടുന്ന് മേലെ അടിച്ച് എല്ലാത്തിനും ഊട്ടിച്ചിറക്കിയിട്ടില്ല. അപ്പൊ തന്നെ ഇറങ്ങണ വണ്ടി അവന്മാര് അതിന്ന് ഇറങ്ങിയത്. അവന്മാര് എന്നെ പരിപാടികളെ ഗേറ്റ് പൂട്ടിയിട്ട് കളിച്ചേ. വണ്ടി 2 വണ്ടി ഇവിടെ നിർത്തി. റെഡിയാണ്. അടിച്ചോ കുറച്ച് അഡ്വാൻസ് ചെയ്തേ.
ഉള്ളുണ്ട് ഒരു വണ്ടിയുടെ പോയി കുത്തറ ഒരു കേറിപ്പോലെ ആരത്തെ അതാരാ ബുദ്ധിമാനാരാണ് അടിച്ചോടാ കിക്ക് ചെയ്യുന്നവരെ കിക്ക് എടാ അവിടെ ആ ഫ്രണ്ടിൽ കവർ എടുക്കണേ എന്നെ ആദ്യം കിക്ക് ചെയ്ത ഇത്ര നേരം ഇവർക്ക് ഡിസിഷൻ ഒന്നും എടുക്കണ്ടായിരുന്നു. ഇത്രയും വൾഗറാക്കുന്നവരെ അവന്മാരെ കഥയും കേട്ടോണ്ടിരുന്നിട്ട് ഇത്ര നേരം അവന്മാർക്ക് ഡിസിഷൻ ഒന്നും എടുക്കണ്ട. എത്ര നേരം തൊട്ട് പറയുന്നതാണത്. ഈ കിടന്ന് വാർച്ചാറ്റ് ഇട്ടിട്ട് ഇത്ര നേരം ഡിസിഷനും ഒരു കുടുക്കി എടുക്കണ്ടായിരുന്നു. കൊള്ളാം, നല്ല കാര്യം. എത്ര സമയമാണ് പോയത്. ഇത് രണ്ട് സൈഡിൽ നിന്നും തീരുമാനിച്ച് ഇനീഷ്യൽ കണ്ടിന്യൂ ചെയ്യാൻ രണ്ട് ഗാങ് എഗ്രി ചെയ്തിട്ടാണ് ഇത് വരുന്നത്. എന്നിട്ട് അത് ഇനിയിപ്പോ അവന്മാർക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താണ് ആ ഡൗട്ടിൽ ക്ലിയർ ചെയ്യാനുള്ളത്? ഒന്നും ക്ലിയർ ചെയ്യില്ല ആ ഡൗട്ടിൽ. രണ്ട് ഗാങ്ങും ഡിസിഷൻ എടുത്ത് ചെയ്ത കാര്യമാണ്, മനസ്സിലായില്ലേ? ഓരോരുത്തർക്ക് ഇല്ല അമ്മാരും കിക്ക് എടുത്തപ്പോ അമ്മരാണ് കേറി വരും മെറ്റി അടിച്ചോണ്ട്. അമ്മാരാള് പറയണ കേറി അടിച്ചോന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കിക്ക് ചെയ്ത് കളയുന്നാണോ? അമ്മാര് ഇറങ്ങി അടിക്കുന്നുണ്ടാ ആള് കുറഞ്ഞെന്ന് പറയുമ്പോ ഇറങ്ങി അടിക്കുന്നില്ല. അമ്മാരും കിക്ക് ചെയ്തില്ല. ഇവന്മാര് എന്നെ മെറ്റകളാണോ ഇവന്മാര്? ആളെല്ലാം കിക്ക് ചെയ്തപ്പോ ഇവന്മാര് വരുന്നത് വാഴപ്പഴങ്ങള് എഫ്8 അടിച്ച് പോടാ ലൂക്കസ്. എന്റെ ലൈഫിൽ ഞാൻ വല്ലാത്ത ലെഗസി ക്വസ്റ്റ്യനായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. എന്നാ തരം ലെഗസി ആയാലും ഇതൊക്കെ പഴയ ലെഗസി. അയ്യോ ഇത് എന്നാ സാധനോ? ലെഗസി കുറച്ച് വാരിക്കോരി ഇരിക്കട്ടെടാ. ലെഗസിയിൽ പലതരം സാധനങ്ങളുണ്ട് കേട്ടാ.